പ്രിയമോളാ. എടുത്ത് സംസാരിക്കമ്മേ. ഇനി എന്തൊക്കെ ബഹളം ഉണ്ടാക്കാനെന്ന് ആർക്കറിയാം. അമ്മ ഫോൺ എടുക്ക്. ഹലോ. ഹലോ. എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? സോറി അമ്മേ, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അച്ഛന്റെ മുന്നിൽ വെച്ച് അങ്ങനെ പെരുമാറി പോയതാ. ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നും ഇവിടെ വന്നിരുന്ന് ഓർത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അച്ഛനോട് എന്നോട് ക്ഷമിക്കാൻ പറയണേ അമ്മേ. അമ്മയും എന്നോട് പൊറുക്കണം. ഒരു മാപ്പ് പറച്ചിലുകൊണ്ട് തീരുന്നതല്ല നീ ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങള്. എനിക്കറിയാം അമ്മേ, ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല. ഞാൻ അമ്മയോട് വാക്ക് പറയുക. ചേച്ചി അമ്മയുടെ അടുത്തുണ്ടോ? അവളോട് നീ സംസാരിക്കണ്ട. ഞാൻ ചേച്ചി ഒന്നും പറയില്ല അമ്മേ. ഒന്ന് ഫോൺ കൊടുക്കമ്മേ. അവക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. ഹലോ പ്രിയേ. സോറി ചേച്ചി. ചേച്ചി എന്നെ തല്ലിയതിലൊന്നും എനിക്ക് വിഷമമില്ല കേട്ടോ. അത് പിന്നെ ഞാൻ കാണിച്ചതും അത്ര വലിയ തെറ്റല്ലേ. അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറുക എന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ നിന്നെ തല്ലിയതും തെറ്റാ. അച്ഛന്റെ കാര്യം ഓർത്തപ്പോ പറ്റിപ്പോയതാ. സോറി. ചേച്ചിയോട് ഞാനിനി ഒരിക്കലും പിണങ്ങില്ല. ചേച്ചിയോടൊന്നല്ല, ആരോടും ഞാൻ പിണങ്ങില്ല. പക്ഷെ ചേച്ചി എന്നോട് പറഞ്ഞ പഴയ വാക്ക് പാലിക്കണം. വരുണിനെ എനിക്ക് വിട്ടു തന്നോളാന്ന് ചേച്ചിനോട് വാക്ക് പറഞ്ഞിരുന്നല്ലേ. വരുണും ഞാനും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ചേച്ചി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് വരുണിന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം ചേച്ചി. ഇതിനു മുൻപ് ഞാൻ നിന്നോട് സംസാരിച്ചപ്പോഴൊക്കെ നീ ആ വരുണിന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി അത് പറ്റില്ല പ്രിയ. അച്ഛനും അമ്മയും എപ്പോ ഇക്കാര്യം അംഗീകരിച്ചോ ആ നിമിഷം ഞാൻ തീരുമാനിച്ചതാ.